ഞാൻ തിരുവണ്ണാമലയിൽ എത്തി. തിരുവണ്ണാമലയിൽ വന്നത് ശ്രീ രമണ മഹർഷിയുടെ ആശ്രമം. ആ ആശ്രമം ഞാൻ കണ്ടു. ആ ആശ്രമത്തിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പായി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഈ ക്ഷേത്രം കാണാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. തിരുവണ്ണാമലയിലെ പട്ടണം. ആ പട്ടണത്തിൽ എല്ലാ തെരുവിലൂടെയും ഞാൻ നടന്നു. അവിടെ മാർക്കറ്റിലും പോയി. മാർക്കറ്റ് ശുദ്ധീകരിക്കുന്നത് ഞാൻ കണ്ടു. അത് അവിടുത്തെ പശുക്കളാണ്. വെജിറ്റബിൾ മാർക്കറ്റ് ശുദ്ധീകരിക്കാൻ എവിടെയും അനുയോജ്യം പശുക്കളാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ പശുക്കൾ റോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മാർക്കറ്റൊന്നും ശുചീകരിക്കാൻ പശുക്കൾക്ക് സാധിക്കുന്നില്ല. അതിന് നമ്മൾ തൊഴിലാളികളെ നിയമിച്ചിട്ടുണ്ട്. തൊഴിലാളികൾ അത് കർമ്മം ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇവിടെ പശുക്കൾ തിന്ന് ബാക്കി വരുന്നത് മാത്രം എടുത്തുകൊണ്ട് പോയാൽ മതി അവിടുത്തെ ശുദ്ധീകരണ തൊഴിലാളികൾ. ഇവിടെ നല്ല ഒരു പട്ടണമാണ് കേട്ടോ. ഈ പട്ടണത്തിലൂടെ ഞാൻ കുറേ നേരം നടന്നു. അത് മുഴുവൻ കണ്ടു. ഈ മലയുടെ ചുറ്റും നടന്ന് കാണാൻ നല്ല രസമാണ്. എവിടെ നിന്നാലും മല കാണാം. ആ മലയുടെ ചരിത്രം അടുത്ത് ഞാൻ പറയാൻ പോകുന്നു. ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രം അത് നിങ്ങൾ എൻ്റെ ലൈവിലൂടെ കേൾക്കണേ. ഞാൻ തിരുവണ്ണാമലയിൽ 9:30 എത്തി. പക്ഷേ താമസിക്കാൻ ഒരു മുറി വേണമല്ലോ. ഞാൻ പട്ടണം മുഴുവൻ നടന്നു. ഒരു മുറിയും ഒത്ത് കിട്ടുന്നില്ല. എല്ലാത്തിനും ഭയങ്കര റേറ്റ്. ഇപ്പോൾ തിരുവണ്ണാമലയിൽ ഭക്തന്മാർ ആരും ഇല്ല. എന്നിരുന്നാലും അവർ റെൻറ്റ് കുറയ്ക്കാൻ തയ്യാറാവുന്നില്ല. അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മുറി ഞാൻ കണ്ടുപിടിച്ചു. അവിടെ മുറി എടുത്ത് കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം പുറത്ത് ഇറങ്ങി. ഭയങ്കര ചൂടാണ്. അതുകൊണ്ടാണ് വൈകുന്നേരം കാത്ത് ഇരുന്നത്. അവിടെ നിന്ന് നടന്ന് ഞാൻ ക്ഷേത്രത്തിൽ എത്തി. ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് ഞാൻ പ്രവേശിച്ചു. നിങ്ങളും ഈ ക്ഷേത്രത്തിൽ വരണം. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ വരണം. ഈ വന്നാൽ ഇവിടുത്തെ കാഴ്ചകൾ കാണാനല്ല, നിങ്ങളുടെ മനസ്സിനും ഒരു പ്രത്യേക താല്പര്യം വരും. അതുകൊണ്ട് തിരുവണ്ണാമല ഒരിക്കലും ജീവിതത്തിൽ കാണാതെ ഇരിക്കരുത്. നെയ്യപ്പം തിന്നാൽ 2 ഗുണം. വിശപ്പും മാറും. തലയിൽ എണ്ണ പുരട്ടാം. തിരുവണ്ണാമലയിൽ വന്നാലും 2 ഗുണമുണ്ട്. അരുണാചലേശ്വരൻ ശിവനെയും കാണാം. രണ്ടാമത്തെ ഗുണം രമണ മഹർഷിയുടെ ആശ്രമം. ക്ഷേത്രത്തിൽ പിന്നിലുള്ള മല ശിവൻ്റെ രൂപമായി ഭക്തന്മാർ വിശ്വസിക്കുന്നു. ഭാഗ്യം മല അവിടെ ഉണ്ടാവും. അവിടുത്തെ പ്രധാന ആചാരം ഗിരിവലം, കാർത്തിക ദീപം. ചോളരാജാക്കന്മാരുടെ കാലം മുതൽ നിർമ്മാണം തുടങ്ങിയ ഈ ക്ഷേത്രം വിജയനഗര സാമ്രാജ്യ സുവർണകാലത്ത് കൃഷ്ണദേവരായ ഭരണകാലത്താണ് ഇന്നത്തെ കാലത്തെ കൂറ്റൻ രൂപം കിട്ടിയത്. ഈ ക്ഷേത്രം 25 ഏക്കർ സ്ഥലത്താണ് പണിതിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ രാജഗോപുരത്തിന് 220 അടി ഓളം ഉയരമുണ്ട്. 1000 തൂണുള്ള മണ്ഡപം, ശിവഗംഗ തീർത്ഥ കുളവും ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ 9 ഗോപുരങ്ങൾ ഉണ്ട്. തിരുമണ്ണയിൽ തപസ്സിരുന്ന സന്യാസികളുടെ എണ്ണം എടുത്താൽ തീരില്ല. അവരിൽ ഏറ്റവും കൂടുതൽ പ്രധാനമുള്ള മഹർഷി ശ്രീ രമണ മഹർഷിയാണ്. അദ്ദേഹം ആദ്യം തപസ് തുടങ്ങിയത് ക്ഷേത്രത്തിലെ പാതാളം ലിംഗത്തിലാണ്. അദ്ദേഹം പിന്നീട് മലയിലെ ഗുഹയിലേക്ക് മാറി. മലയോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ ആശ്രമമുണ്ട്. എല്ലാവർക്കും കയറി കാണാം. ഞാനും കയറി കണ്ടു. അവിടെ വരുന്നവർ മൗനം പാലിക്കണം. രമണ മഹർഷിയുടെ മരണം ഏപ്രിൽ 14, 1950. ഏപ്രിൽ 14 ആണല്ലോ കേരളീയരുടെ വിഷു. ആ ദിവസം തന്നെയാണ് ശ്രീ രമണ മഹർഷിയുടെ മരണവും. രമണ മഹർഷിയുടെ ജീവചരിത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മഹർമാരുടെ ജീവിതമല്ല നമ്മൾ പഠിക്കേണ്ടത്. അവർ പഠിപ്പിച്ച പാഠങ്ങളാണ് പഠിക്കേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. അദ്ദേഹം പഠിപ്പിച്ച പാഠം ഒന്ന് നോക്കിയാലോ. ഞാൻ ആരാണ് സ്വയം കണ്ടുപിടിക്കുക. ജീവിതത്തിൽ ഏത് കാലഘട്ടത്തിലും മൗനം പാലിക്കുക. എന്നെ കീഴടക്കിയാൽ ഞാൻ ലോകത്തെ കീഴടക്കി. ടു സീ ഗോഡ് ഈസ് ടു ബിക്കം ഗോഡ്. ദൈവത്തെ കാണുക എന്നത് ദൈവമായി മാറുക. ഈശ്വരനെ തേടി നടക്കാതെ നിൻ്റെ ഉള്ളിലെ ഈശ്വരനെ കണ്ടെത്തുക.
സുന്ദരമായ തിരുവണ്ണാമല കാണാൻ നിങ്ങൾ ഏവരെയും ഞാൻ ക്ഷണിക്കുന്നു. അതുപോലെ രമണ മഹർഷിയുടെ മഹത്തരമായ കാഴ്ചപ്പാടും മനസ്സിലാക്കി നിങ്ങൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ പുട്ടുവർത്തിയിൽ പോയിരുന്നു. സത്യസായിബാബയുടെ ആശ്രമം. ആ ആശ്രമം ആന്ധ്രാപ്രദേശിലാണ്. സത്യസായിബാബയും രമണ മഹർഷിയും ഒരു താരതമ്യം ചെയ്താലോ? രമണ മഹർഷി ആത്മ അന്വേഷണം, സത്യസായിബാബ ഭക്തിയും സേവനവും. രമണ മഹർഷി മൗനം, സത്യസായിബാബ ഭജനം, പൊതു പ്രഭാഷണം, അത്ഭുതങ്ങൾ കാണിക്കുക. രമണ മഹർഷി സമൂഹത്തിനെ പഠിപ്പിച്ചത് ഒന്ന് മാത്രം. അദ്ദേഹം നമ്മളെ മനസ്സിലാക്കി തന്നു, ദൈവത്തെ തേടി നടക്കാതെ നമ്മളിലെ ദൈവത്തെ കണ്ടെത്തുക. അദ്ദേഹം ഒരു സംഭാവനയും പൊതു നന്മയ്ക്കായി നമുക്ക് തന്നിട്ടില്ല. എല്ലാവരും എന്നാലും സത്യസായിബാബയെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുക രമണ മഹർഷിയാണ്, വിദേശികൾക്ക് പ്രത്യേകിച്ചും. തിരുവണ്ണാമലയും പുട്ടുവർത്തിയും നല്ല സുന്ദരമായ സ്ഥലങ്ങളാണ്. നല്ല ഭംഗിയുള്ള പട്ടണം, നല്ല വൃത്തിയുള്ള പട്ടണം. പുട്ടുവർത്തിയിലേക്ക് നമ്മൾ പോകേണ്ടത് ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ കയറി പോവാം. അതും നല്ല യാത്രയാണ്. ആ ട്രെയിൻ യാത്ര അത് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ തിരുവണ്ണാമലയിൽ പോകേണ്ടത് കാട്ട്പാടിയിൽ നിന്ന് ട്രെയിൻ കിട്ടും. ആ ട്രെയിൻ യാത്രയും അതിസുന്ദരമായ യാത്രയാണ്. അതും എൻ്റെ ലൈവിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് കാണണേ. ഓരോ വീഡിയോകളും ലൈവും കണ്ടാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി MF. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കാണാൻ വരണം. ഇത് ഇവിടുത്തെ തേര് സൂക്ഷിച്ചിരിക്കുന്നതാണ്, അമ്പലത്തിലെ തേര്. അതൊക്കെ ഉത്സവത്തിന് നമുക്ക് കാണാൻ പറ്റും. ഇനിയും ഒരു ദിവസം പോകണം, അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനിയും അടുത്ത ഒരു വീഡിയോ ഞാൻ ഇവിടെ നിന്ന് ചെയ്യാൻ സാധ്യതയുണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി MF. അത് നിങ്ങൾ വിട്ടു പോകരുത്. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ എനിക്ക് വാച്ചിങ് ഓവർ കിട്ടും. അതെനിക്കൊരു അനുഗ്രഹമാണ്. ഞാൻ കുറച്ച് സാധനങ്ങൾ ടാഗ് ചെയ്യുന്നുണ്ട്, അത് ഇഷ്ടമുണ്ടെങ്കിൽ മേടിക്കണം. ഞാൻ ഫ്ലിപ്കാർട്ടിലൂടെ സെൽഫി സ്റ്റിക്ക് ഇൻറ്റിഗ്രേറ്റഡ് ട്രൈപാഡ് മേടിച്ചു. ഈ പാഡ് iOSലും ആൻഡ്രോയിഡിലും ഉപയോഗിക്കാം. 256 രൂപയാണ് നൽകിയത്. വളരെ സുഖകരമായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു സെൽഫി സ്റ്റിക്കാണ് ഇത്. റൊട്ടേറ്റിംഗ് 360, സ്ട്രിങ് 18.5, എക്സ്പാൻഡ് 67. നിങ്ങളെല്ലാവരും ഇത് മേടിക്കാവുന്നതാണ്. വളരെ വെയിറ്റ് കുറവ്, കൊണ്ട് നടക്കാൻ സൗകര്യം, ഈട് നിൽക്കാനും സാധ്യതയുള്ള ഒരു ഉൽപ്പന്നം. ഞാൻ യൂട്യൂബിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. നിങ്ങൾക്കും നോക്കാം. എൻ്റെ യൂട്യൂബ് ചാനൽ ഷെല്ലി MF. എല്ലാവരും കണ്ട് എനിക്ക് പ്രചോദനം തരണം. നീ ടാഗ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ മേടിച്ചും എന്നെ പ്രോത്സാഹിപ്പിക്കണം. നല്ല സൗകര്യമുള്ള ഒരു ട്രൈപാഡാണ് കേട്ടോ.